അമേരിക്കയിലെ ഫേമസ് ഒരു പോലീസ് കാറിൻ്റെ ഒരു സ്റ്റൈൽ അവരിവിടെ വെച്ചിരിക്കുകയാണ്. അത് കൊള്ളാം. ബോളിവുഡ് പോലീസ് എന്നൊക്കെ വെച്ചിട്ട് അമേരിക്കൻ ഇതിലോട്ട് കയറാൻ പോവാം നമ്മൾ. അപ്പോൾ അമേരിക്കയിലോട്ട് കയറുമ്പോൾ പിന്നെ അവിടെ മുഴുവൻ ഡോണറ്റ്സും പിന്നെ ബർഗർ കിങ്ങും ബർഗറും അങ്ങനെയൊക്കെയുള്ള സംഭവമാണല്ലോ. നമ്മളങ്ങനെ ഫ്രാൻസിൻ്റെ ഗേറ്റ് ക്രോസ് ചെയ്യുകയാണ്. നമ്മൾ ഫ്രാൻസിൽ ഞാൻ ഇതിൻ്റെയൊക്കെ മുന്നേ വന്ന് നിന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള ഫ്രാൻസിൽ പോയപ്പോൾ, പക്ഷെ അതൊന്നും എൻ്റെ ഓർമ്മയിലില്ല. നമ്മളിപ്പോൾ റിയാദിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ബോളിവുഡ് വേൾഡ്. ഒരുമാതിരിപ്പെട്ട നമ്മുടെ ഇന്ത്യൻസ് മലയാളികളൊക്കെ ആയിട്ടുള്ള എല്ലാവരും വന്ന് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ പലരുടെയും പ്ലാനിങ്ങിലും കാണും വരാൻ. ഇപ്പോഴേ ഈ പറഞ്ഞ ഒരു ബഡ്ജറ്റഡാണ്, 29-30 റിയാലേ ഉള്ളൂ എൻട്രി ഫീ. ഇതിപ്പം സീസൺ ആകുമ്പോൾ 100-150 ഇത് ചാടും മേലോട്ട്. ഭയങ്കര തിരക്കുമായിരിക്കും. പിന്നെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതും ഇതുമെല്ലാം മേടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറച്ച് പൈസ ചിലവാകും. പക്ഷേ എൻജോയ് ചെയ്ത് പോകാം. നമ്മളങ്ങനെ അപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ USA ഉള്ളിൽ കൂടി ഇങ്ങനെ കറങ്ങുക. ഇത് സംഭവം എനിക്ക് തോന്നുന്നു ഇത് വന്നിട്ട് UK ആണെന്ന് തോന്നുന്നു. ഇത് UK പവലിയനിലെത്തി നമ്മളപ്പോൾ. ഇതൊരു കഫേയാണ്, കഫേ ഡി ലാ ല്യൂൺ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നാൽ ഇതെല്ലാം കൂടെ തട്ടി മറിച്ചൊരു കൊച്ചനെ ഇട്ടിട്ട് പോയി. നമ്മളങ്ങനെ നടന്നിങ്ങോട്ട് വന്നാൽ വളരെ രസകരമായൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ഇവിടുന്ന്. ഫ്രാൻസിൻ്റെ പവലിയനാണിത്. ഇവിടെ നമുക്ക് ഈഫൽ ടവർ കാണാം. അങ്ങനെ ഫ്രാൻസിൻ്റെ ക്യുസീൻ ആയ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് എല്ലാം കാണാം. കൊള്ളാം. ഈഫൽ ടവർ എക്സാക്ട്ലി ഇതേ രൂപത്തിൽ തന്നെയാണ്. നേരിട്ട് പോയി കാണുമ്പോൾ നമുക്ക് അനുഭവിക്കാനും കാണാനും അറിയാനും പറ്റുക. പോയിട്ടുണ്ട് ഞാൻ അവിടെ ഈഫൽ ടവറിൽ. ആ ഒരു സമയത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഇപ്പോൾ. ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോയത്, രാഹുലും ചക്കുവും ഒക്കെ ആയിട്ട്. ബോളിവുഡിൽ വന്ന് വേൾഡിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 5-6 മണിക്കൂർ നടന്ന് കാണാനുള്ള ഉണ്ട്.
ഇത് പോൾ കഫേ. ഇവരൊക്കെ എന്തുമാത്രം റെൻറ്റ് കൊടുക്കണം ഇവിടെ വന്നിട്ടൊരു ഇതുപോലെ ഔട്ട്ലെറ്റ് ഇടണേൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഇതിനകത്തൊക്കെ കയറി ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ നല്ല എമൗണ്ട് പൊട്ടും. ഇത് ഈഫിൽ ടവറാണ് കാണിക്കുന്നത്. ഈഫിൽ ടവറിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഉള്ള ആ ഗാർഡനും അതൊക്കെയാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു 5 മണിക്ക് വന്നാൽ ഒരു 5-6 മണിക്കൂർ നടക്കണം ഇതിനകത്തൂടെ. ആ ഒരു മൈൻഡ് സെറ്റപ്പ് വേണം വരാൻ. പല ടൈപ്പ് ഫിഷുകൾ ഇട്ടിരിക്കുന്ന അക്വേറിയം ക്രോസ് ചെയ്താണ് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ പോകാൻ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സംഭവം. നമ്മൾ ഇപ്പം വന്നിട്ട് തിരിച്ചിങ്ങനെ വന്ന് ഈ USA പവലിയനിൽ നമ്മളിങ്ങനെ കയറി നമ്മളിവിടെ ആമസോണിയ അവേക്കൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിലോട്ട് നമ്മളിങ്ങനെ വരുവാണ്. ഇതൊരു ഭയങ്കരമായ ഒരു വാട്ടർ റൈഡൊക്കെ ഇവിടെ ഉണ്ട്. അതാകണ്ട സീ ഫിഷാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നടന്ന് വരുന്നു. നമ്മളങ്ങനെ ഓരോ അക്വേറിയം പാസ് ചെയ്ത് നമ്മളങ്ങനെ അടുത്ത പ്ലേസിൽ എത്തി. ഒരു സീല് പോലത്തെ ഒരു ഫിഷ് പോകുന്നുണ്ടോ അതിലൂടെ. അങ്ങനെ നമ്മൾ ആ കവാടം കഴിഞ്ഞ് ഉള്ളിലോട്ടെത്തി. ഭയങ്കര ഹൈറ്റിലാണ് ഇത് പൊക്കിയിരിക്കുന്നത്. നല്ല ഹൈറ്റിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 20 നിലയിൽ 15 നിലയുടെ പൊക്കമുള്ള ഒരു ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കിയിട്ട് 10 നില എന്തായാലും ഉണ്ട്. ആ ഒരു ഹൈറ്റിലാണ് ഇതിങ്ങനെ ഡിസൈനായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പം ഈ ആമസോണിയ അവേക്കൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കൗണ്ടറിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻട്രി ഗേറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സറൗണ്ടിങ്ങിൽ കാണാൻ പറ്റുന്ന സംഭവങ്ങൾ. ഇതിൻ്റെ ഒരു സൈഡ് ഈ ഒരു പ്ലേസിലോട്ട് പോകേണ്ട ആ ഏരിയ എന്താണെന്ന് ഇവിടെ നിന്ന് മനസ്സിലാകുന്നില്ല. അങ്ങോട്ട് നമുക്ക് മൂവ് ചെയ്യാം ഇവിടെ നിന്ന്. ആമസോണിയ അവേക്കൻസ് അത് വന്നിട്ട് കളിക്കുന്ന എന്താ പാർക്ക് എന്തോ ആണ്. അവിടം വരെ ഒന്ന് പോയി നോക്കാം. ബൊളിവാർഡ് സിറ്റിയിലും ഇതുപോലൊക്കെ തന്നെ അതിൻ്റെ എൻട്രൻസ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ